ചോറ്, ചപ്പാത്തി, ഇഡ്ഡലി അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് തക്കാളിക്കറി ചെയ്യാം. അതിനായിട്ട് പാൻ ചൂടായി വന്നപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള പകുതി നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. നല്ല പഴുത്ത തക്കാളി ഒരു 3 നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ആഡ് ചെയ്യാം. എരിവിന് ആവശ്യത്തിന് 2-3 പച്ചമുളക് ചേർക്കാം. കറിവേപ്പിലയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചി അരിഞ്ഞ് ചേർത്തതാണെങ്കിലും അരച്ച് ചേർത്താൽ കുറച്ചും കൂടെ ഫ്ലേവറാണ്. അതേപോലെ തന്നെ ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. 10 മിനിറ്റിന് ശേഷം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്ന സമയത്ത് അരപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് തിളപ്പിക്കണ്ട, ഒന്ന് തിള വന്നാൽ മതിയാവും. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് താളിപ്പ് റെഡിയാക്കാം. എണ്ണ ചൂടായി വന്ന സമയത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒരു നുള്ളു കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. താളിപ്പും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.